ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് അടിച്ചു കയറി വാ എല്ലാവരും. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഈ കാണുന്ന R15 V4-ൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂ അല്ല, എനിക്കറിയാവുന്ന പോലെയൊക്കെ പറയാം. അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് പറഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എന്തായാലും ഗൈസ്, അപ്പോൾ ഈ വണ്ടീനെ കുറിച്ച് പറയാനാണെങ്കിൽ 2023 മോഡൽ വണ്ടിയാണ് ഗൈസ്. പിന്നെ ഇവിടുത്തെ ചെയ്തേക്കണ മോഡിഫിക്കേഷൻ ഡീറ്റെയിൽഡ് റിവ്യൂ ഒന്നുമല്ല ഗൈസ്, എനിക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ചെയ്യാൻ അറിയാൻ പറ്റാത്തയും പറഞ്ഞാൽ. ഇവിടുത്തെ ചെയ്തേക്കണ മോഡിഫിക്കേഷനും പിന്നെ ബാക്കി ഡീറ്റെയിൽസും നമ്മളിപ്പോൾ ഈ വീഡിയോയിലൊക്കെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ചെയ്തേക്കണ മോഡിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ പറയാനാണെങ്കിൽ ഒരു മിറർ ആയിട്ടുണ്ട് ഗൈസ്. ഫ്ലിപ്പിൽ നിന്ന് മേടിച്ചത്, ഇൻഡിക്കേറ്റർ കൂടെ തന്നെ ഒരു മിററാണ്. അത്യാവശ്യം വിസിബിലിറ്റി ഒന്നും ഇല്ല, കാണാനൊന്നും പറ്റത്തൊന്നുമില്ല, ചുമ്മാ ഒരു കാണാനൊരു ലുക്കിന് വേണ്ടി വെച്ചേക്കണതാണ് ഗൈസ്. പിന്നെ ചെയ്തേക്കണമെന്ന് പറഞ്ഞാൽ ഒരു വിങ് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റോക്ക് USD 4 തന്നെയാണ് വന്നത്. പിന്നെ ഒരു ലിവർ പ്രൊട്ടക്ടർ ഇട്ടിട്ടുണ്ട് ഗൈസ്. പിന്നെ ചെയ്തേക്കണമെന്ന് വെച്ചാൽ ടെയിൽ ടെഡി അസംബിൾ ചെയ്തിട്ടുണ്ട് ഗൈസ്. പിന്നെ ഇത് ടെയിൽ ടെഡിയും പിന്നെ ബാക്കിലൊരു ഇൻഡിക്കേറ്റർ കോപ്പി ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ബബിൾ വൈസർ ഫസ്റ്റ് എടുത്ത് പറയേണ്ട ബബിൾ വൈസറാണ് അടുത്ത് ചെയ്തേക്കണത് ആദ്യം തന്നെ. പിന്നെ DRL അല്ല, നമ്മുടെ ഹസാഡ് കൊടുത്തിട്ടുണ്ട്. ഹസാഡിൻ്റെ ലൈറ്റ് സ്വിച്ച് എവിടെയാണ് എനിക്കറിയുന്നത്, ഇവിടെ ഒരെണ്ണം ഉണ്ട്. DRL-ആണ് കേസ്. ഇത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ ഇത്. പിന്നെ നമുക്ക് ബാക്കി ഓടിച്ചെന്ന് പറയാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് അടിച്ചു കയറി വാ എല്ലാവരും. എന്തായാലും ട്രെൻഡ് കേൾക്കണ സാധനമല്ലേ, അതങ്ങോട്ട് പറഞ്ഞേക്കാന്ന് ഓർത്ത് അടിച്ചു കയറി വാ ഗൈസ്. നമുക്ക് എന്തായാലും ഓടിച്ചിട്ട് പറയാം ഗൈസ്. അപ്പം ഓടിച്ചിട്ട് പറയാനൊന്നും എനിക്ക് അങ്ങനെ അറിയത്തില്ല, എന്നാലും നമുക്ക് ഏകദേശം പറയാം ഗൈസ്. ഇത് 4th സർവീസ് കഴിഞ്ഞ് നടക്കുന്ന വണ്ടിയാണ്, പുതിയ വണ്ടിയാണ് ഗൈസ്. ആദ്യം തന്നെ നമുക്കൊന്ന് ഫസ്റ്റ് ഇയറെ എത്ര കയറുമെന്ന് നോക്കാം. കാറ്റ് പിടിക്കണ്ടേ, സ്കൂളിൽ കയറ്റി എന്നാൽ ചിലപ്പോൾ പറന്നു പോകുന്നത്. ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഓടിച്ചോണ്ട് പറയാൻ അത്യാവശ്യം കംഫോർട്ട് ഉണ്ട് കേസ്. ഇത് ട്രിപ്പ് പോകുന്നിടത്തൊക്കെ പോകാൻ ചിലപ്പോൾ നട്ടു പിടിക്കും. പിന്നെ വണ്ടി ഓടിച്ച് നടക്കണവർക്കാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ഈ ലിവർ പ്രൊട്ടക്ടർ വെച്ചേക്കണ കാരണം കുത്തിക്കയറ്റാനൊക്കെ ഇച്ചിരി ഒരു പേടിയുണ്ടാവും ഇടക്കൂടെയൊക്കെ എടുത്തോണ്ട് പോകാൻ. പിന്നെ അങ്ങനെ പറയാനായിട്ട് ഒന്നുമില്ല. V4 ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അടിപൊളി ഞാനും തന്നെ. റിയാക്ഷൻ കിട്ടിയിട്ടുണ്ട് അവിടെ. ട്യൂഷൻ എന്തോ വിട്ട് പിള്ളേർ വരണ്ടായിരുന്നു. അങ്ങനെ കൂടുതൽ പറയാനൊന്നും ഇല്ല, ഇത്രയൊക്കെ ഉള്ളു. പിന്നെ കൂടുതലൊക്കെ പറഞ്ഞു തന്നാൽ കോളായി പോവും. എന്തായാലും വീഡിയോ ഇത്രയൊക്കെ ഉള്ളു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സൈഡിൽ കാണുന്ന ബെല്ലേക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു സപ്പോർട്ടാണ്. ഞാനും ഇങ്ങനെ ഡെയിലി വീഡിയോ ഒക്കെ ചെയ്ത് ഇത് ഒരു മടിപ്പുണ്ട് ഇപ്പം, അതുകൊണ്ടാണ് ഈ താമസിക്കണത് വീഡിയോ ഒക്കെ വരെ.
അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഗൈസ്. അപ്പോൾ ബൈ. BS6 BS7 ആണൊക്കെ ആയിരുന്നു.